അപ്പൊ ഹലോ ഗൈസ്, സൺഡേ ആയിട്ട് എന്റെ വീട്ടിൽ ആരുമില്ല. ഞാൻ എന്റെ അനിയനും മകളും വർക്കിന് പോയി. അപ്പൊ ഇതാണ് എന്റെ പേഴ്സ്. ഇത് എന്റെ ഒരു 10ാം ക്ലാസ്സിൽ കിട്ടിയ പേഴ്സാണ്. ഞാൻ അതുകൊണ്ട് കളയാണ്ട് സൂക്ഷിച്ച പേഴ്സാണ്. ഇതിൽ എപ്പോഴും നിറയെ പൈസ ഉണ്ടാവും. പിന്നെ നമ്മൾ നേരെ പമ്പിൽ പോയിട്ട് എണ്ണ അടിക്കാൻ പറഞ്ഞിട്ട് പോകണം. അപ്പൊ കുറച്ച് സാധനങ്ങൾ വാങ്ങണം, അതുകൊണ്ട് ടൗണിൽ പോകണം. അപ്പൊ ഒരുത്തനും കൂടെ വിളിക്കണം. അപ്പൊ അവനെ വിളിച്ച് അവന്റെ വീട്ടിൽ നിന്ന് റെഡിയാകാൻ പറഞ്ഞിട്ട്, പക്ഷെ അവൻ വരാൻ വേണ്ടി കാത്തു നിൽക്കണം. അവനെ വിളിച്ചപ്പോൾ അവന്റെ ഉമ്മയാണെങ്കിൽ എന്നോട് ഉപദേശിക്കും, അവനെ ആ ചെക്ക് നന്നാവണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ ഞാൻ അവനിക്ക് പാട്ടൊക്കെ ലൈല ലൈല मेरे सपने दोनों मिलके मुझे प्यार किया. ഇവനാണ് എന്റെ ചങ്ങായി. പക്ഷെ ഇവനിക്കുള്ള ഒരു പ്രശ്നം പറയുമ്പോൾ ഫോൺ അഡിക്റ്റ് ആണ്. ഇവൻ ഈ പെണ്ണിന് മെസ്സേജ് കൊണ്ടിരിക്കണേ പരിപാടി. അപ്പൊ എനിക്ക് നേരെ വണ്ടി കൊടുത്ത് നീ വണ്ടി ഓടിക്കുക പറഞ്ഞിട്ട് ഞാൻ ബാക്കിൽ വീഡിയോ എടുക്കുകയാണ്. അപ്പൊ നമുക്ക് മല്ലിയില വാങ്ങണമായിരുന്നു. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മല്ലിയില വാങ്ങുമ്പോൾ എപ്പോഴാണ് വലിയ കഥ. നമ്മൾ 20 രൂപയ്ക്ക് മല്ലിയില ചോദിച്ചപ്പോൾ അവന്മാരെ അവിടുത്തെ കടയിൽ എഴുത്തുന്ന പോലെയാണ് ഉള്ള മല്ലിയിലൊക്കെ തന്നിട്ടുണ്ട്. അതുമായി നമ്മൾ നേരെ വീടെത്തുമ്പോഴേക്ക് ഇവള് ബാക്കിയുള്ള പരിപാടിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവളാണ് എന്റെ കുഞ്ഞു പെങ്ങള്. ഇവളാണ് നമുക്ക് ഇന്ന് ബിരിയാണി ഉണ്ടാക്കി തരുന്നത്. പക്ഷെ ഇവൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് തിന്നു നോക്കാം. പിന്നെ അവള് കാലത്താണ്ട് കിടന്ന് കാണിക്കാണ്ടപ്പോ ഞാൻ കുറച്ച് സഹതാപം തന്നിട്ട് ഞാൻ കുറച്ച് നേരം അവൾ കളിക്കൊടുക്കാവായിട്ട് ഞാൻ അവളുടെ കൂടെ ഒന്ന് സഹായിച്ചു. പിന്നെ അതിന് നമുക്ക് ചില്ലി വറക്കണം. ചില്ലി വറക്കാനുള്ള മസാല ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ചില്ലിയൊക്കെ എടുത്തുള്ളൂ. പക്ഷെ കുറച്ച് ചില്ലി എടുക്കണില്ല, അതായത് കൂടുതലും തിന്നണത് ഞാൻ തന്നെയാണ്. എനിക്ക് ഈ ചില്ലി വറുത്തതിന് ഇങ്ങനെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് എല്ലാവർക്കും എന്ത് ശീലം ഉണ്ടാവും, 2 തുണ്ടെടുത്ത് മെല്ലെ പോയി തിന്നണം. പിന്നെ ആ ലെഗ് പീസും കൊണ്ട് ഞാൻ അവൾക്ക് കൊടുക്കാൻ ഒറ്റയ്ക്കിരും തിന്നണം. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി. ബിരിയാണി നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ കിട്ടിയ പണി എന്താ പറഞ്ഞാൽ ബിരിയാണി കരിഞ്ഞു പോയി കൈസ്. അടി ഫുള്ള് കരിഞ്ഞു പോയി. പിന്നെ മേലത്തെ ബിരിയാണി മാത്രം എടുത്തു. പക്ഷെ എന്തുകൊണ്ടും ബിരിയാണി അടിപൊളിയായിരുന്നു. വയറ് നിറയെ ബിരിയാണി ഞാനും അവളും കഴിച്ചു. അപ്പോഴേക്കും അനിയും വന്ന് അവനിക്കും കൊടുത്തു. എല്ലാവർക്കും ബിരിയാണിയൊക്കെ ഇഷ്ടമായി. പിന്നെ അജ്മലിന് വയറെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടോടെ കിടന്നു. അപ്പോഴാണ് എനിക്ക് ഓർത്ത് ഫ്രിഡ്ജിലൊരു സാധനം ഉണ്ടെന്ന്. ഫ്രിഡ്ജിലൊരു കൂട്ടറുന്ന സാധനം അരവണ. ഇത് അടിപൊളിയാണ്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിന്നെ വെക്കുക. അങ്ങനെ കഴിയാറായി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ബൈ ബൈ.